ഇനി പൊതുജനം കഴുതിലെ സാർ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. വടശ്ശേരിക്കര കുമ്പളത്ത മണ്ണിലിറങ്ങിയ കടുവ പ്രദേശവാസികളെ ഏറെ ഭീതിയിലാഴ്ത്തിയതാണ്. നമ്മൾ റിപ്പോർട്ടുകൾ ഒരുപാട് കണ്ടതാണ്. കടുവയെ പിടികൂടിയെങ്കിലും ആശങ്കകൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. തുടരുന്ന വന്യജീവി ശല്യത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് വടശ്ശേരിക്കരയിൽ മാത്രമുള്ള പ്രശ്നമല്ല. കേരളത്തിന്റെ പല ജില്ലകളിലായി ഇത്തരം വന്യജീവി വിഷയം അത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിലാണ്. കുമ്പളത്താമണ്ണിലെ നിവാസികൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ ആശങ്കയിലാണ്. ആനയും കടുവയും കാട്ടുപോത്തും കുരങ്ങുമടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുമ്പളത്താമണ്ണിൽ ഏറ്റവും അധികം ഭീതി പടർത്തിയത് കടുവയാണ്. ആ കടുവ ഇപ്പോൾ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ കുമ്പളത്താമണ്ണിലുള്ള നിവാസികളുടെ ആശങ്ക പൂർണ്ണമായിട്ടും ഒഴിയുന്നില്ല. ഒരു കടുവനെ പിടിച്ചെന്ന് ഓർത്ത് ഇനിയും വന്യജീവികൾ വരും. ഞങ്ങളെല്ലാവരും പേടിച്ച് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ സർക്കാരും ആളുകളും എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വളരെ കഷ്ടതയായിരിക്കും. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ ഇന്ന് രാവിലെയോടുകൂടിയാണ് അകപ്പെട്ടത്. ഇപ്പോൾ ആ കടുവയെ കാണുന്ന കൗതുകമൊക്കെ ആളുകൾക്കുണ്ട്. പക്ഷേ ആ കൗതുകത്തിനപ്പുറത്തേക്ക് വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ മണിക്കൂറിലും ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. എന്തായാലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കടുവയെ പിടികൂടി ഇപ്പോൾ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിനകത്താക്കി വാഹനത്തിൽ കയറ്റി ഇവിടെ നിന്ന് സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചെറിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ആശങ്കയും ആശ്വാസവും ഒരുപോലെ ഉണ്ടാകുന്ന മണിക്കൂറുകളാണ്. എന്തായാലും ഇത് പൂർണ്ണമായിട്ട് പരിഹരിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഇവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് വനം വകുപ്പിന്, സർക്കാർ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. സാധാരണക്കാർക്ക് എന്തെങ്കിലും നമുക്ക് ഫെൻസിങ്ങോ ഫോറസ്റ്റിന്റെ സൈഡിലെ ഫെൻസിങ് അങ്ങനെ വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് കുഞ്ഞു മക്കളുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചല്ല, ഇവിടെ അയൽവക്കത്തൊക്കെ ഒരുപാട് കുഞ്ഞു മക്കളുണ്ട്. അവരൊക്കെ പുറത്തിറങ്ങി നടക്കുന്നതും അംഗൻവാടി പോകുന്നതും സ്കൂളിൽ പോകാൻ നടന്നു പോകുന്നതും ഒക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ജീവന്റെ ഭയങ്കര ഭീഷണിയാണ്. സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം. ഞങ്ങളേറെ നാൾ 2 മാസമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു കിട്ടണമെന്ന്. 2 മൃഗങ്ങളെയാണ് പിടിച്ചത്, ഒന്ന് പോത്തിനെയും ഒന്ന് ആടിനെയും. അപ്പം അതിനെ പിടിച്ചതിൽ ഞങ്ങൾ ജനങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇനിയും ഇതുപോലെയുള്ള വന്യമൃഗങ്ങൾ ഇവിടേക്ക് ഇറങ്ങി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഈ കടുവയെ പിടികൂടി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ നിന്ന് ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു, എന്താണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിയാത്തത്, എന്താണ് നമ്മൾ അധികാരികൾ ഇതിൽ ഇടപെടാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ അധികൃതർ തന്നെയാണ്. ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ നിരന്തരമായി നൽകുക, അത് ജനസമക്ഷം വെക്കുക, അല്ലെങ്കിൽ അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ആ ഉത്തരവാദിത്വം നമ്മൾ തുടരുക തന്നെ ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.